നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുമ്പള ആരിക്കാടി ടോൾ പിരിവ് നിർത്തലാക്കാൻ തീരുമാനിച്ചതോടെ അവകാശവാദവുമായി രാഷ്ട്രീയ പാർട്ടികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ടോൾ പ്ലാസ വിഷയം കാസർഗോഡ് ജില്ലയിൽ സജീവ ചർച്ചാ വിഷയമായി മാറുന്നു. പിതാവിനാൽ കൊല ചെയ്യപ്പെട്ട ജുമയിലേക്കും ബന്ധു ഷെയ്ഖ് കുഞ്ഞിക്കും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ഇനി ബങ്കര മഞ്ചേശ്വരം മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം. 5 വർഷം മുൻപ് കാണാതായ കാസർഗോട്ടെ യുവാവിനെ രാജസ്ഥാനിൽ കണ്ടെത്തി. മായിപ്പാടിയിലെ കെ കുഞ്ഞാലിയുടെ മകൻ അബ്ദുൾ സലാമിനെയാണ് കണ്ടെത്തിയത്. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന ഒറ്റുകാരന്റെ റോളുകളിലേക്ക് തൊഴിലുടമ തരം താഴുന്നതാണ് 2026 സംസ്ഥാന ബജറ്റ് എന്ന് കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ സമ്മേളനം. DCC പ്രസിഡന്റ് PK ഫൈസൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഡ്യൂട്ടിക്കായി നിയോഗിച്ച ടാക്സി വാഹനങ്ങൾക്കുള്ള വാടക എത്രയും പെട്ടെന്ന് നൽകണമെന്നാവശ്യം. ജില്ലാ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ടൂറിസ്റ്റ് ടാക്സി മാവുകാൽ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫെബ്രുവരി 8 വെള്ളിക്കോത്ത് വിജ്ഞാനദായിനി ദേശീയ പാഠശാലയുടെ 1 വർഷം നീണ്ടുനിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന് തുടക്കമായി. 99 കോളേജുകളിൽ നിന്നായി 3590 വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും. വിളംബര ഘോഷയാത്ര നടന്നു. വാർത്തകൾ വിശദമായി. കുമ്പള ആരിക്കാടി ടോൾ പിരിവ് നിർത്തലാക്കാൻ തീരുമാനിച്ചതോടെ അവകാശവാദവുമായി രാഷ്ട്രീയ പാർട്ടികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ടോൾ പ്ലാസ വിഷയം കാസർഗോഡ് ജില്ലയിൽ സജീവ ചർച്ചാ വിഷയമായി മാറുന്നു. ജനങ്ങളുടെ മേൽ അധികഭാരമേൽപ്പിച്ച് കുമ്പള ആരിക്കാടിയിൽ നടപ്പിലാക്കുവാൻ തീരുമാനിച്ച ടോൾ പ്ലാസ സംവിധാനം പിൻവലിച്ച തീരുമാനത്തെ ഏറെ സന്തോഷത്തോടെയാണ് കാസർഗോട്ടുകാർ വരവേറ്റത്. കാസർഗോഡ് ഒന്നാകെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് സമരം ശക്തമാക്കുന്നതിനിടയിലാണ് ഏറ്റവും ഒടുവിലായി BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി ടോൾ പ്ലാസ നിർത്തലാക്കുവാൻ കേന്ദ്ര ഗതാഗത മന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചുവെന്ന അറിയിപ്പുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. തുടർന്ന് BJP പ്രവർത്തകർ ടോൾ ബൂത്ത് പരിസരത്ത് ആഹ്ലാദ പ്രകടനവും നടത്തി. കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. അഭിവാദ്യങ്ങൾ മോദിജിക്ക് അഭിവാദ്യങ്ങൾ. ഗഡ്കരിജിക്ക് അഭിവാദ്യങ്ങൾ. ആരിക്കാടി ടോൾ പ്ലാസ പിൻവലിച്ച കേന്ദ്ര സർക്കാർ. അഭിവാദ്യങ്ങൾ. നാട്ടുകാരെ നിങ്ങളറിഞ്ഞോ. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ടോൾ ബൂത്ത് പരിസരത്ത് വൻ വിജയാഘോഷ പ്രകടനം നടത്തി.
ടോൾ പിരിവ് അവസാനിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കുവാൻ എ.കെ.എം. അഷ്റഫ് എം.എൽ.എ. രംഗത്തു വന്നുവെന്ന ആരോപണവുമായി രാവിലെയോടെ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനി രംഗത്തെത്തി. കേന്ദ്രമന്ത്രിയെ നേരിൽ കണ്ടുൾപ്പെടെ നടത്തിയ ഇടപെടലുകളിലൂടെയാണ് ടോൾ പിരിവ് അവസാനിപ്പിക്കുവാനുള്ള തീരുമാനമുണ്ടായതെന്നും എം.എൽ. അശ്വിനി കൂട്ടിച്ചേർത്തു. വീണ്ടും നമ്മൾ അതിൻ്റെ ഫോളോഅപ്പ് നടത്തിയത് കൊണ്ടാണ് ഇന്നലെ നമുക്ക് കിട്ടിയ വാർത്ത ആണ് ഇവിടെ ടോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പാക്കി. പക്ഷേ ഇവിടെ BJP ഒന്നും ചെയ്തിട്ടില്ല. BJP മൗനം പാലിച്ചിട്ടുണ്ടായിരുന്നു. BJP എവിടെ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടായിട്ട് ക്വസ്റ്റ്യൻസുകളുണ്ട്. അപ്പോൾ BJPക്ക് അറിയാം എവിടെയാണ് സമരം ചെയ്യേണ്ടത്. കാര്യത്തിന് സമരം ചെയ്തെങ്കിൽ ഇവിടെ നമുക്ക് റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നു. ചില കാര്യങ്ങളിൽ നമുക്ക് സമരം ചെയ്യുന്ന ആവശ്യമില്ല. ഒഫീഷ്യലായിട്ടുള്ള രീതിയിൽ പോയിട്ടായിട്ട് നമുക്ക് ജനങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ പറ്റുമെന്ന് നന്നായിട്ട് BJPക്ക് അറിയാം. ബിക്കോസ് BJP കഴിഞ്ഞ 11 കൊല്ലമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ വർക്ക് എടുക്കുന്ന ആൾക്കാരും ഭാരതം ഒരു നവഭാരതമായിട്ട് മാറ്റിയെടുത്തിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നിട്ടുള്ളത്. സോ ഈ കാര്യങ്ങൾ അറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഓരോ ജനങ്ങൾക്ക് ഇവിടുത്തെ കാസർഗോഡ് ജനങ്ങളെ നമ്മൾ ഒരാളെയും പോലും വേലിൽ നിർത്താണ്ട് അടിക്കൊള്ളിക്കാണ്ട് കേസ് വരുത്താണ്ട് നമ്മൾ ഈ ടോളിനെ സ്റ്റോപ്പ് ആക്കിയിട്ടുള്ളത്. എ.കെ.എം. അഷ്റഫ് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് MLA ആയിട്ട് ഒരു ഡെവലപ്മെൻറ്റ്സ് ഇവിടെ മഞ്ചേശ്വരത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. എന്ത് ഡെവലപ്മെൻറ്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ ഇവിടെ 0 ആണ്, ഒട്ടം പൂജ്യമാണ്. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ മുമ്പ് വെച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ എല്ലാം ക്രൂഡീകരിച്ചുകൊണ്ട് അവർക്ക് വെയിലത്തിൽ നിപ്പിച്ചുകൊണ്ട് ലാട്ടി ചാർജും കിട്ടി, കേസും കിട്ടി. ഇവിടുത്തെ ജനങ്ങളെ ശാന്തി സമാധാനം കളഞ്ഞിട്ടായിട്ട് ജനങ്ങളുടെ ഇടയിൽ സംഘർഷം കൊണ്ടുവന്നിട്ടുള്ള ഈ ഒറ്റ ഒരു MLA ആണ് എ.കെ.എം. അഷ്റഫ്. സോ BJP ഏതോ ഒരു നമുക്ക് സമരം ചെയ്യാൻ അറിയാം. നിങ്ങൾക്ക് അറിയാമായിരുന്നു ഒന്ന് ലാസ്റ്റ് ജനറൽ ഹോസ്പിറ്റലിൽ ഒരു പോസ്റ്റ്മോർട്ടം നടക്കാൻ സാധിക്കാത്ത ഡോക്ടർ ഇല്ലാത്ത സമയത്ത് അതേ സ്ഥലത്ത് കുത്തിരുന്നിട്ടായിട്ട് നൈറ്റ് മഴ വന്നെങ്കിൽ പോലും എണിക്കാണ്ട് സമരം ചെയ്തിട്ടായിട്ട് ആ ബോഡിന്ന് പോസ്റ്റ്മോർട്ടം ആയ ശേഷമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ എവിടെ സമരം ചെയ്യണം, എവിടെയാണ് ഒഫീഷ്യലായിട്ട് വർക്ക് ചെയ്യണം എന്ന് നന്നായിട്ട് BJPക്ക് അറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ സൈലൻ്റായിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വർക്ക് ഇൻ സൈലൻസ് ലെറ്റ് ദ സക്സസ് ബി ലൗഡർ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടായിട്ട് ഇന്ന് നമുക്കൊരു സക്സസ് കിട്ടിയിട്ടുണ്ട്. ഇത് ജനങ്ങളെ വിജയമാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് BJP ഇവിടെ വർക്ക് നടത്തിയിട്ടായിട്ട് ജനങ്ങളൊപ്പം ഉണ്ടാവൂ എന്ന് പറഞ്ഞിട്ടായിട്ട് നമ്മൾ വീണ്ടും കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതേസമയം ആക്ഷൻ കമ്മിറ്റി നടത്തിയ ശക്തമായ ഇടപെടലാണ് ടോൾ പിരിവ് അവസാനിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാരിനെ നിർബന്ധിതമാക്കിയതെന്ന് എ.കെ.എം. അഷ്റഫ് MLA പറഞ്ഞു. ഇതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കുവാനാണ് BJP ശ്രമിക്കുന്നതെന്നും എ.കെ.എം. അഷ്റഫ് MLA കൂട്ടിച്ചേർത്തു. ഞങ്ങൾ ടോൾ വിരുദ്ധ സമരവുമായി മുന്നോട്ട് പോയ ആക്ഷൻ കമ്മിറ്റിയുടെ രൂപീകരണം തൊട്ട് ഇന്ന് വരെ അന്യായമായ ടോൾ പിരിവിനെതിരെ കാസർകോട്ടെ മാധ്യമ സുഹൃത്തുക്കൾ ന്യായത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിങ്ങളുടെ ഇടപെടൽ ഈ സമയത്ത് ആദ്യമായി കാസർകോട്ടെ മാധ്യമപ്രവർത്തകരോട് ആക്ഷൻ കമ്മിറ്റി നന്ദി രേഖപ്പെടുത്തുന്നു. സെക്കൻഡ്, ഇന്നലെയാണ് ഞങ്ങൾ കോടതിയിൽ ഒരു ഭാഗത്ത് സമരം ചെയ്യുമ്പോൾ മറുഭാഗത്ത് എല്ലാ ദിവസവും മാറി മാറി ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഞങ്ങളുടെ കേസിനെ ഇങ്ങനെ ഫോളോ ചെയ്യുകയായിരുന്നു. ഒരു 6:30 ഞങ്ങളുടെ അഡ്വക്കേറ്റ് സജലാണ് കേരള ഹൈക്കോടതിയിൽ ഞങ്ങളുടെ ടീമിന് നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അഡ്വക്കേറ്റ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ടോള് റദ്ദ് ചെയ്തു, നാളെയോടുകൂടി ഓർഡർ കയ്യിൽ കിട്ടുമെന്നുള്ള ഒരു സന്തോഷ വാർത്ത അറിയിച്ച ഉടനെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ജനകീയ സമരം ജനങ്ങളുടെ വിജയം എന്നുള്ള രീതിയിലൊരു കുറിപ്പിട്ടു. ഉടനെ 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കുമ്പളയിൽ ആക്ഷൻ കമ്മിറ്റിയുടെ അതിശക്തമായ സന്തോഷവും ആഹ്ലാദ പ്രകടനമൊക്കെ ഞങ്ങൾ നടത്തുകയുണ്ടായി. സത്യത്തിനും നാഷണൽ ഹൈവേയുടെ വരവിന് വലിയ രീതിയിൽ സഹകരിച്ച ആളുകളാണ്. ഫൂട്ട് ഓവർ ബ്രിഡ്ജ് അടക്കമുള്ള അണ്ടർപാസ് അടക്കമുള്ള ഇഷ്യൂസ് ഇപ്പോഴും ജില്ലയുടെ പല സ്ഥലങ്ങളിലും മഞ്ചേശ്വരത്ത് നിലനിൽക്കുന്നുണ്ട്. അന്യായമായി കഴിഞ്ഞ ഏപ്രിൽ മാസം 22 കിലോമീറ്ററിനിടയിൽ ഒരു ടോൾ ബൂത്ത് നിർമ്മിക്കുമെന്നുള്ള ഒരു അറിയിപ്പ് കിട്ടിയ ഉടനെ മുട്ടേണ്ട വാതിലുകൾ മുഴുവനും മുട്ടി. നിരാശയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് അന്നത്തെ കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ നേതൃത്വത്തിൽ
ഞാൻ MLA നിലയ്ക്ക് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കുമ്പളയിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ടോൾ പ്ലാസ വിഷയം വരും ദിവസങ്ങളിലും കാസർഗോഡ് ജില്ലയിൽ സജീവ ചർച്ചാ വിഷയമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. പിതാവിനാൽ കൊല ചെയ്യപ്പെട്ട ജുമൈലയ്ക്കും ബന്ധു ഷെയ്ഖുഞ്ഞിക്കും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ഇനി ബങ്കര മഞ്ചേശ്വരം മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം. മഞ്ചേശ്വരം തുമിനാട് ഹിൽ ടോപ്പ് പരിസരത്തുള്ള വീട്ടിൽ നടന്ന കുടുംബകലഹത്തിൽ പിതാവ് ഉമർ ഫാറൂഖിന്റെ വെട്ടേറ്റ് ജീവൻ നഷ്ടപ്പെട്ട ജുമൈലയ്ക്കും ജുമൈലയുടെ മാതാവിന്റെ സഹോദരി ഭർത്താവ് ഷേഖുഞ്ഞിക്കും നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. വേദനയും ദുഃഖവും അലതല്ലിയ അന്തരീക്ഷത്തിൽ ഇരുവർക്കും ബങ്കര മഞ്ചേശ്വരം മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് അന്ത്യവിശ്രമം ഒരുക്കിയത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ചൊവ്വാഴ്ച വൈകുന്നേരം മൃതദേഹങ്ങൾ തുമിനാട്ടിലെ വീട്ടിലെത്തിച്ചു. പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനാവലിയാണ് എത്തിച്ചേർന്നത്. കുടുംബാംഗങ്ങളുടെ വേദന നിറഞ്ഞ വിലാപം പ്രദേശത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി. മയ്യിത്ത് നിസ്കാരത്തിന് ശേഷം 100 കണക്കിന് പേരുടെ സാന്നിധ്യത്തിലായിരുന്നു ഖബറടക്കം നടന്നത്. ദാമ്പത്യ കലഹവും സ്വത്ത് തർക്കവുമാണ് ഈ ദാരുണ സംഭവത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. നാടിനെയാകെ ഞെട്ടിക്കുകയും വേദനയിലാഴ്ത്തുകയും ചെയ്ത ഈ സംഭവത്തിന്റെ എല്ലാ വശങ്ങളും വിശദമായി പരിശോധിച്ച് അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. അബ്ദുറഹ്മാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. 5 വർഷം മുൻപ് കാണാതായ കാസർഗോട്ടെ യുവാവിനെ രാജസ്ഥാനിൽ കണ്ടെത്തി. മായിപ്പാടിയിലെ K കുഞ്ഞാലിയുടെ മകൻ അബ്ദുൾ സലാമിനെയാണ് കണ്ടെത്തിയത്. കാസർഗോഡ് നിന്നും 5 വർഷം മുൻപ് കാണാതായതാണ് മാനസികാസ്വാസ്ഥ്യമുള്ള അബ്ദുൾ സലാമിനെ. രാജസ്ഥാനിൽ അപ്ലാഗർ എന്ന സ്ഥലത്ത് മലയാളിയായ നേവി ഉദ്യോഗസ്ഥൻ കാണുകയും അബ്ദുൾ സലാം കാസർഗോഡ് കുഡ്ലു എന്ന് തുടർച്ചയായി ആവർത്തിച്ച് സംസാരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നേവി ഉദ്യോഗസ്ഥൻ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ടു. ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. അന്വേഷണത്തിൽ ആലമ്പാടിയിലുള്ള നൂറുൽ ഇസ്ലാം അനാഥാലയത്തിൽ പഠിച്ചിരുന്നതായും പഠനം പൂർത്തിയാക്കി അവിടെ നിന്നും പോയതായും മനസ്സിലാക്കി. തുടർന്നുള്ള അന്വേഷണത്തിൽ കാണാതായ ആളുടെ വീട് മായിപ്പാടി ചിപ്പാർ എന്ന സ്ഥലത്താണെന്ന് കണ്ടെത്തുകയും ബന്ധുക്കളുടെ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തി. 5 വർഷങ്ങൾക്ക് മുൻപ് കാണാതായിരുന്നുവെന്നും മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു വന്നിരുന്നതായും കാണാതായതിനു ശേഷം കുറെ കാലം അന്വേഷിച്ച് ഒടുവിൽ മരണപ്പെട്ടതായി കണക്കാക്കി ബന്ധുക്കൾ അന്വേഷണം അവസാനിപ്പിച്ച നിലയിലാണെന്നും മനസ്സിലാക്കി. പോലീസ് അന്വേഷണത്തിൽ ലഭിച്ച പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് താരതമ്യ പഠനം നടത്തുകയും രാജസ്ഥാനിൽ കണ്ടെത്തിയ ആൾ കാസർഗോഡ് നിന്നും കാണാതായ അബ്ദുൾ സലാം തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ നളിനാക്ഷൻ യുവാവ് താമസിപ്പിച്ചു വന്ന അപ്ലാഗർ ആശ്രമം അധികാരികളുമായി ബന്ധപ്പെട്ട് ജയ്പൂർ സെൻട്രൽ ഡിറ്റക്റ്റീവ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴ്സിൽ പങ്കെടുക്കുകയായിരുന്ന കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രതീഷ്, ബദിയടുക്ക പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗോകുൽ എന്നിവരെ അറിയിക്കുകയും ഇവർ കച്ചാമൻ സിറ്റി എന്ന സ്ഥലത്തുള്ള അപ്നാഗർ എന്ന ആശ്രമത്തിൽ എത്തുകയും ചെയ്തു. തുടർന്ന് അബ്ദുൾ സലാമിനെ കൂട്ടിക്കൊണ്ടുവന്ന് സലാമിന്റെ സഹോദരനെ ഏൽപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫെബ്രുവരി 8 വെള്ളിക്കോത്ത് വിജ്ഞാനദായിനി ദേശീയ പാഠശാലയുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വിജ്ഞാനദായിനി ദേശീയ പാഠശാല ശതാബ്ദിയുടെ നിറവിലാണ്. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി 2026 ഫെബ്രുവരി 8 മുതൽ ഡിസംബർ വരെ 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ സംഘാടക സമിതി തീരുമാനിച്ചു. ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫെബ്രുവരി 8 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് യങ് മെൻസ് ക്ലബ് ഗ്രൗണ്ടിൽ നിർവഹിക്കും. ഇ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിക്കും. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രമുഖ വ്യക്തികൾ സംബന്ധിക്കും. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് നഗരസഭയിലേക്കും അജാനൂർ പഞ്ചായത്തിലെയും വിവിധ സ്ഥലങ്ങളിലായി ഓരോ മാസത്തിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് സംഘാടക സമിതി തീരുമാനം. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ചരിത്ര സെമിനാർ, വിദ്വാൻ പിയുടെ നാടകങ്ങളുടെ അവതരണം, നാടകോത്സവം തുടങ്ങിയ വ്യത്യസ്തമാർന്ന പരിപാടികൾക്കാണ് സംഘാടക സമിതി രൂപം നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അഭിപ്രായ രൂപീകരണം
നടത്തുന്നതിനായി വെള്ളിക്കോത്ത മഹാകവി പി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷനായ വി രമേശൻ കാര്യപരിപാടികൾ വിശദീകരിച്ചു. 8-ാം തീയതി മുഖ്യമന്ത്രി വരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് വെച്ച് നമ്മുടെ ഈ പരിപാടി ഏറ്റവും ഗംഭീരമാക്കാനുള്ള ഒരു ഒത്തുചേരലാണ് എന്ന് ആലോചിച്ചത്. ഇന്നലെ വൈകുന്നേരമാണ് നമ്മൾ വിവരം കൊടുക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ പരിപാടി ലഭ്യമായിട്ടുള്ളത്. അത് ഏറ്റവും ഗംഭീരമായിരിക്കണം എന്നതാണ് ഇന്നത്തെ ആലോചനയുടെ പ്രധാന വിഷയം. അപ്പോൾ സ്കൂളിൽ വെച്ച് നടത്താൻ വേണ്ടി പറ്റില്ല. സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാകെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇത്ര ദിവസത്തിൽ നമുക്കൊന്നും മാറ്റാനും പറ്റില്ല. അപ്പോൾ പിന്നെ എവിടെ വെച്ച് നടത്തും? വെള്ളിക്കോത്തും പുറത്തേക്ക് പോയാൽ ഒരു പ്രാധാന്യം നഷ്ടപ്പെടാം. അതുകൊണ്ട് വെള്ളിക്കോത്ത് വെച്ച് തന്നെ പരിപാടി നടത്തണം എന്നതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ സബീഷ്, അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ, പഞ്ചായത്ത് മെമ്പർമാരായ എം വി രാഘവൻ, പി കാവ്യ, എം ഷിജി, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരായ കെ വി കൃഷ്ണൻ, പി ദിവാകരൻ മാസ്റ്റർ, എം രാഘവൻ, പ്രസേനൻ പി, രവീന്ദ്രൻ നായർ, കാറ്റാടി കുമാരൻ, ഡോക്ടർ എ അശോകൻ, പി പി കുഞ്ഞികൃഷ്ണൻ, ദേവി രവീന്ദ്രൻ, കെ വി വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു. വിദ്വാൻ പി കേളുനായരുടെ സ്മാരക സമുച്ചയത്തിന്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന് തുടക്കമായി. 99 കോളേജുകളിൽ നിന്നായി 3590 വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും. വിളംബര ഘോഷയാത്ര നടന്നു. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. 99 കോളേജിൽ നിന്നായി 3590 വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കാനെത്തുന്നത്. കലോത്സവത്തിന്റെ വിളംബര ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെയാണ് കലോത്സവ വിളംബര ഘോഷയാത്ര നടന്നത്. നിരവധി ആളുകൾ ഘോഷയാത്രയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലിംഗവിവേചനത്തിനെതിരെയുള്ള പെൺകരുത്തിന്റെ മുഴക്കമായി മാറിയ ഉയരെ ജെൻഡർ കലാജാഥയ്ക്ക് പിലിക്കോടിന്റെ മണ്ണിൽ ആവേശകരമായ സമാപനം. കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ നയചേതന 4.0 ക്യാമ്പയിന്റെ ഭാഗമായി രംഗശ്രീയിലെ കലാകാരികൾ തെക്കൻ അതിർത്തിയിൽ നിന്ന് വടക്കേ അറ്റത്തേക്ക് നടത്തിയ ഈ സാംസ്കാരിക പര്യടനം കേവലം ഒരു കലാപ്രകടനം മാത്രമായിരുന്നില്ല, മറിച്ച് തുല്യതയ്ക്കായുള്ള സ്ത്രീ സമൂഹത്തിന്റെ ഉറച്ച പ്രഖ്യാപനമായിരുന്നു. കാസർഗോഡ് പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ നടന്ന സമാപന സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ പ്രിയാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. അവിശ്വാസങ്ങൾ നിറഞ്ഞ പുതിയ കാലത്ത് മനുഷ്യൻ ജാഗ്രതയോടെ ഇരിക്കണമെന്നും കലയിലൂടെ മാത്രമേ മനുഷ്യഹൃദയങ്ങളെ മാറ്റത്തിന് സജ്ജമാക്കാൻ കഴിയൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സാധ്യതകളിലേക്കുള്ള വെളിച്ചമാണ് ഇത്തരം കലാജാഥകളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ത്രീകൾ ശാരീരികമായും മാനസികമായും ശക്തരാണ്. പക്ഷേ നമ്മുടെ കഴിവുകൾ നാം തന്നെ തിരിച്ചറിയണം. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടിടത്ത് ഉറക്കെ പറയാൻ സ്ത്രീകൾ ശീലിക്കണമെന്നും വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത സ്നേഹ ശ്രീകുമാർ പറഞ്ഞു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീണ്ട പര്യടനത്തിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങളും അവർ നേരിടുന്ന വിവേചനങ്ങളും രംഗശ്രീ കലാകാരികൾ അവതരിപ്പിച്ചു. പിലിക്കോട്ടെ സമാപന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ഘോഷയാത്രയിൽ നൂറുകണക്കിന് സ്ത്രീകളാണ് അണിനിരന്നത്. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കുടുംബശ്രീ സംസ്ഥാന മിഷൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബി ശ്രീജിത്ത് പദ്ധതി വിശദീകരിച്ചു. ഗവേണിംഗ് ബോഡി അംഗം പി കെ സൈനബ, ചലച്ചിത്ര താരം ഉണ്ണിരാജ് ചെറുവത്തൂർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. പിലിക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി ചന്ദ്രമതി, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം കെ ഹരിദാസ്, എൻ രവീന്ദ്രൻ, ഹേമാംബിക, മെമ്പർ വി എം കുമാരൻ, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡി ഹരിദാസ്, ജില്ലാ പ്രോഗ്രാം മാനേജർ എസ് മനു തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് സ്വാഗതവും അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കിഷോർ കുമാർ നന്ദിയും പറഞ്ഞു. ജില്ലയിലെ CDS ചെയർപേഴ്സൺമാരെയും തങ്ങളുടെ കലയിലൂടെ ജാഗ്രതയുടെ സന്ദേശം പടർത്തിയ രംഗശ്രീ അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു.
നീതി നിഷേധിക്കപ്പെടുന്ന ഇടങ്ങളിൽ കലയെ പ്രതിരോധത്തിന്റെ മാധ്യമമാക്കാനാണ് കുടുംബശ്രീ ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കുടുംബശ്രീ അംഗങ്ങളിലൂടെ സമൂഹത്തിന്റെ അടിത്തട്ടിൽ ലിംഗനീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പായാണ് നയിചേതന 4.0 ക്യാമ്പയിനെ സംസ്ഥാന മിഷൻ കാണുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വെളുത്ത കോട്ടുകൾ ധരിച്ച് സേവന സന്നദ്ധരായി കുട്ടി ഡോക്ടർമാർ ഇനി ഹൈസ്കൂളിലെത്തും. പ്രവൃത്തി ദിവസങ്ങളിൽ സഹപാഠികളെ കേൾക്കുകയും പരിഹാരമാർഗം തേടുകയും ചെയ്യുക എന്നതാണ് കുട്ടി ഡോക്ടർമാരുടെ മുഖ്യ ചുമതല. വെളുത്ത കോട്ടുകൾ ധരിച്ച് സേവന സന്നദ്ധരായി കുട്ടി ഡോക്ടർമാർ ഇനി ഹൈസ്കൂളുകളിലെത്തും. പ്രവൃത്തി ദിവസങ്ങളിൽ സഹപാഠികളെ കേൾക്കുകയും പരിഹാരമാർഗം തേടുകയും ചെയ്യുക എന്നതാണ് കുട്ടി ഡോക്ടർമാരുടെ മുഖ്യ ചുമതല. 8ാം തരത്തിൽ പഠിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് 3 ദിവസം നീളുന്ന ആരോഗ്യ കേരളം കൗമാര ആരോഗ്യ പദ്ധതിയിലൂടെ പരിശീലനത്തിന് തുടക്കമിട്ടത്. രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രമം പിയർ എഡ്യൂക്കേറ്റേഴ്സ് ബ്ലോക്ക് തല പരിശീലന പരിപാടി ചെറുവത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം കോൺഫറൻസ് ഹാളിലാണ് നടന്നുവരുന്നത്. ഞാനും എന്റെ കൂട്ടുകാരും എന്ന പേരിട്ട പരിശീലനത്തിൽ വളർച്ച, ആരോഗ്യവും ആനന്ദവും, ആരോഗ്യകരമായ പരിശീലനങ്ങൾക്ക് ആരോഗ്യമുള്ള മനസ്സ്, പ്രജനന ലൈംഗികാരോഗ്യം കൗമാരത്തിൽ, അതിക്രമങ്ങളോടുള്ള പ്രതിരോധം, എന്റെ അവകാശങ്ങളും അർഹതകളും, ആരോഗ്യവും പരിസരവും തുടങ്ങി 8 ഭാഗങ്ങളിൽ 3 ദിവസങ്ങളിലായാണ് പരിശീലനം. വിവിധ സ്കൂളുകളിലായി 12 നോഡൽ അധ്യാപകർ ഇതിനകം പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട്. 8ാം തരത്തിൽ പഠിക്കുന്നവരായ 70 വിദ്യാർത്ഥികളാണ് കുട്ടി ഡോക്ടർമാരുടെ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. പരിശീലന പരിപാടി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഡിസ്കസ് ത്രോയിൽ റെക്കോർഡ് നേടിയ കായിക താരം ടി സോന മോഹൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യം ഒരു ഫ്രണ്ടായിട്ട് കാണുന്നത് നമ്മുടെ പേരൻസിനെ തന്നെയാണ്. ആദ്യം പേരൻസിനോടാണ് നമ്മൾ എല്ലാ കാര്യം പറയേണ്ടത്. എൻ്റെ അക്കാദമിയിൽ ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പോയിട്ട് 2.5 വർഷമായിട്ടുണ്ട്. അവിടെ പോയത് മുതൽ ഒത്തിരി മാറ്റങ്ങളാണ് ലൈഫിലേക്ക് വരുന്നത്. അക്കാദമിയിൽ നമ്മൾ പേരൻസിനോട് സംസാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സാറിനോടാണ്. ജസ്റ്റ് ഫേസ് ഒന്ന് മാറിയാൽ മതി, അല്ലെങ്കിൽ ഒരു വർക്കൗട്ടിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും അത് കണ്ടെത്തിയിട്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഫുള്ള് ക്ലിയർ ആയിട്ട് ആട് പറയാണ്ട് ആട് ഒരു സാധനം നമുക്ക് പിന്നെ തുടങ്ങാൻ കഴിയില്ല. വർക്കൗട്ടിലേക്ക് ഇനി കടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ടാണ് നമ്മൾ അക്കാദമിയിൽ പോകുന്നത്. ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി.എ. രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി.കെ. മധു, പി.വി. മഹേഷ് കുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി.എം. തോമസ്, ഹെൽത്ത് നഴ്സ് പി. സുമ, പ്രോഗ്രാം കോർഡിനേറ്റർ വി. പ്രീത എന്നിവർ സംസാരിച്ചു. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വാഴക്കോട് തുമ്പയിൽ ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര പരിധിയിലെ വിവിധ പ്രാദേശിക സമിതിയുടെ നേതൃത്വത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. ദീപവും തിരിയും എഴുന്നള്ളത്തോടുകൂടി കളിയാട്ടത്തിന് തുടക്കമായി. വാഴക്കോട് തുമ്പയിൽ ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര പരിധിയിലെ വിവിധ പ്രാദേശിക സമിതിയുടെ നേതൃത്വത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളത്തോടുകൂടി കളിയാട്ടത്തിന് തുടക്കമായി. രാത്രി 8 മണിക്ക് പ്രദേശത്തെ കലാകാരന്മാർ അവതരിപ്പിച്ച നാട്ടരങ്ങ് പരിപാടി നടന്നു. 5 രാത്രി 8 മണിക്ക് ഗോകുലനാട്യ കോഴിക്കോട് അവതരിപ്പിക്കുന്ന വീരനാട്യം, 6 പുലർച്ചെ 4 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്, ഉച്ചയ്ക്ക് 2:30 ചാമുണ്ടിയമ്മയുടെ പുറപ്പാട്, തുടർന്ന് ഗുളികൻ തെയ്യം അരങ്ങിലെത്തും. തുടർന്ന് തേങ്ങയേറ് ചടങ്ങും നടക്കും. രാത്രി 8 വിളക്കിലരിയോടുകൂടി ഉത്സവത്തിന് സമാപനമാവും.
ഉത്സവ ദിവസങ്ങളിൽ പകൽ രാവിലെ 10 മണിക്ക് വിഷ്ണുമൂർത്തി, ഉച്ചയ്ക്ക് 2:30 ചാമുണ്ടിയമ്മ, തുടർന്ന് ഗുളികൻ തെയ്യവും, രാത്രി 9 മണിക്ക് ചാമുണ്ടിയമ്മയുടെ കുളിച്ചുതോറ്റവും, 11 വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റവും, ഉച്ചയ്ക്ക് അന്നപ്രസാദ വിതരണവും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബന്തെടുക്ക ശ്രീ സുബ്രഹ്മണ്യ ആലിംഗൽ ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്ത് തെയ്യംകെട്ട് മഹോത്സവം നടന്നു. ബന്തെടുക്ക ശ്രീ സുബ്രഹ്മണ്യ ആലിംഗൽ ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്ത് തെയ്യംകെട്ട് മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. അടുക്കതമനെ തറവാട് ദേവസ്ഥാനത്ത് നിന്നും ബണ്ണാരം വരവും നടന്നു. വിഷ്ണുമൂർത്തി തെയ്യം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് തെയ്യംകെട്ട് മഹോത്സവത്തിൽ പങ്കെടുക്കുവാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, ബന്തെടുക്ക. പൂച്ചക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 5 ദിവസങ്ങളിലായി നടക്കുന്ന ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. അരവത്ത് KU പത്മനാഭ തന്ത്രികൾ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പൂച്ചക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 5 ദിവസങ്ങളിലായി നടക്കുന്ന ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. അരവത്ത് KU പത്മനാഭ തന്ത്രികൾ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കൊടിയേറ്റത്തിന് ശേഷം ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ കാലഘട്ടം മുതൽ സജീവമായി പ്രവർത്തിക്കുന്നതും നിലവിൽ ക്ഷേത്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ P. കുഞ്ഞിരാമൻ മണിയാണി തെക്കേക്കരയെ ആദരിച്ചു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ഡോക്ടർ M. ബൽറാം നമ്പ്യാർ പൊന്നാട അണിയിച്ചു. ജനറൽ സെക്രട്ടറി M. കൃഷ്ണൻ സ്വാഗതവും ട്രഷറർ രവിവർമ്മൻ നന്ദിയും പറഞ്ഞു. CH രാഘവൻ, P. അനന്തരാമ, P. രാജൻ, PK ജനാർദ്ദന, K. നാരായണൻ, PK മാധവി, പ്രീതി കോളത്തുങ്കൽ, പ്രീതി വിജയൻ, സതീഷ് കാവടി, രാജൻ താഴ്ത്തുവീട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ശ്രീ കാരാട്ട് തറവാട് ആയില്യം ഉത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. മകരമാസത്തിലെ ആദ്യ ആയില്യം നാളിലാണ് പതിറ്റാണ്ടുകളായി കാരാട്ട് തറവാട്ടിൽ ആയില്യം ഉത്സവം നടത്തിവരുന്നത്. കാഞ്ഞങ്ങാട് ശ്രീ കാരാട്ട് തറവാട്ടിൽ ആയില്യം ഉത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. മകരമാസത്തിലെ ആദ്യ ആയില്യം നാളിലാണ് പതിറ്റാണ്ടുകളായി കാരാട്ട് തറവാട്ടിൽ ആയില്യം ഉത്സവം നടത്തിവരുന്നത്. നാഗപൂജയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠ നക്ഷത്രമായ ദിനമായ ആയില്യം നാളിൽ നടന്ന ഉത്സവ ചടങ്ങുകൾക്ക് മാങ്കുളം പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി താമസിച്ചു വരുന്ന കാരാട്ട് തറവാട് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 100 കണക്കിന് ഭക്തജനങ്ങൾ സംബന്ധിച്ചു. ആയില്യം വഴിപാട്, പാൽപായസം, 100 പാലും, ഇളനീർ അഭിഷേകം, പുഷ്പാഞ്ജലി തുടങ്ങിയ വഴിപാടും നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉപ്പിലിക്കൈമാടം ശ്രീ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം ഊട്ടുപുര നിർമ്മാണ കമ്മിറ്റിയുടെ ധനശേഖരണാർത്ഥം ഏർപ്പെടുത്തിയ സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ് നടന്നു. ഉപ്പിലിക്കൈ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്ര ഊട്ടുപുര നിർമ്മാണ കമ്മിറ്റിയുടെ ധനശേഖരണാർത്ഥം ഏർപ്പെടുത്തിയ സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ് നടത്തി. വേട്ടയ്ക്കൊരുമകന്റെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് വേദിയിൽ ഉപവിഷ്ടരായ കൗൺസിലർമാർ, മറ്റ് വിശിഷ്ട ജനങ്ങളെ, ഉപ്പിലിക്കൈയിലെ ഭക്തജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ ആദ്യമായി എന്നെ കൈപിടിച്ച് ഉയർത്തത് കരുവാച്ചേരി ബാലട്ടനാണ്. അദ്ദേഹത്തെയും ഒന്ന് ഞാൻ സ്മരിക്കുന്നു. ഇങ്ങനെ ഒരു അമ്പലമുണ്ട്, സ്വാമി ഒന്ന് വരണം. അതെൻ്റെ കഴിവല്ല, ദൈവം വിളിച്ച പോലെ തോന്നി എനിക്ക്. അന്ന് ഞാൻ വന്നു. പിന്നെ 2021 രണ്ടാമത്തെ പ്രാവശ്യം വന്നു. ഇങ്ങനൊരു അവസരം മൂന്നാമത് ഇപ്പോൾ വരുമ്പോൾ മനസ്സിനൊരു ചാരിതാർത്ഥ്യം, എന്തോ ആ ദൈവത്തിൻ്റെ ഒരു പ്രീതി കൊണ്ടോ അനുഗ്രഹം കൊണ്ടോ എനിക്ക് വരാനായി എന്ന് ഞാൻ പറയാം. ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ P. ജയരാജൻ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ വ്യാപാരി ഗുരുദത്ത് പൈ, പ്രവാസി KP ശങ്കരൻ അരൈ, വാർഡ് കൌൺസിലർ അനിൽ വാഴ്ന്നൂറടി, 20ാം വാർഡ് കൌൺസിലർ K. രുക്മിണി, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് TV മുരളീധരൻ എന്നിവർ സംസാരിച്ചു.
നിർമ്മാണ കമ്മിറ്റി കൺവീനർ മനോജ് ഉപ്പിലിക്കൈ സ്വാഗതവും ട്രഷറർ ടി രമേശൻ നായർ നന്ദിയും പറഞ്ഞു. ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. വിശിഷ്ടാതിഥികളായി എത്തിയവർ നറുക്കെടുപ്പ് നടത്തി. ഒന്നാം സമ്മാനം 0781 നമ്പറിനും, രണ്ടാം സമ്മാനം 0454 നമ്പറിനും, മൂന്നാം സമ്മാനം 0488നും ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പള ആരിക്കാടി ടോൾ പിരിവ് നിർത്തലാക്കാൻ തീരുമാനിച്ചതോടെ അവകാശവാദവുമായി രാഷ്ട്രീയ പാർട്ടികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ടോൾ പ്ലാസ വിഷയം കാസർഗോഡ് ജില്ലയിൽ സജീവ ചർച്ചാ വിഷയമായി മാറുന്നു. പിതാവിനാൽ കൊല ചെയ്യപ്പെട്ട ജുമയിലേക്കും ബന്ധു ഷെയ്ഖുഞ്ഞിക്കും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ഇനി ബങ്കര മഞ്ചേശ്വരം മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം. 5 വർഷം മുൻപ് കാണാതായ കാസർഗോട്ടെ യുവാവിനെ രാജസ്ഥാനിൽ കണ്ടെത്തി. മായിപ്പാടിയിലെ കെ കുഞ്ഞാലിയുടെ മകൻ അബ്ദുൽ സലാമിനെയാണ് കണ്ടെത്തിയത്. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന ഒറ്റുകാരന്റെ റോളുകളിലേക്ക് തൊഴിലുടമ തരം താഴുന്നതാണ് 2026 സംസ്ഥാന ബജറ്റ് എന്ന കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ സമ്മേളനം. DCC പ്രസിഡന്റ് PK ഫൈസൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഡ്യൂട്ടിക്കായി നിയോഗിച്ച ടാക്സി വാഹനങ്ങൾക്കുള്ള വാടക എത്രയും പെട്ടെന്ന് നൽകണമെന്നാവശ്യം. ജില്ലാ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ടൂറിസ്റ്റ് ടാക്സി മാവുകാൽ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫെബ്രുവരി 8 വെള്ളിക്കോത്ത് വിജ്ഞാനദായിനി ദേശീയ പാഠശാലയുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന് തുടക്കമായി. 99 കോളേജുകളിൽ നിന്നായി 3590 വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും. വിളംബര ഘോഷയാത്ര നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.